ഹലോ, ശ്രീചിത്ര പൂർ ഹോം തിരുവനന്തപുരം. ഓൾറെഡി ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ന്യൂസ് കേൾക്കാം. ശ്രീചിത്ര പൂർ ഹോമിൽ ആത്മഹത്യാ ശ്രമം. 16, 15, 12 വീതം വയസ്സുള്ള 3 പെൺകുട്ടികളാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. മുതിർന്ന കുട്ടികളിൽ നിന്നുള്ള പീഡനവും റാഗിങ്ങുമാണ് ആത്മഹത്യാ ശ്രമത്തിന് പിന്നിലെ കാരണമെന്നാണ് വിവരം. അളവിൽ കവിഞ്ഞ ഗുളിക കഴിച്ചാണ് ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. കേട്ടല്ലോ, അളവിൽ കൂടുതൽ ഗുളിക കഴിച്ചിട്ടാണ് ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. ഇനി ഞാൻ അവിടുത്തെ സൂപ്രണ്ടിന്റെ വോയിസ് ഒന്ന് കേൾപ്പിച്ചു തരാം. വൈറ്റമിൻ ടാബ്ലറ്റും ഒരു പാരസെറ്റമോളും കഴിച്ചു എന്നാണ് എന്നോട് പറഞ്ഞത്. 2 വൈറ്റമിൻ ടാബ്ലറ്റും ഒരു പാരസെറ്റമോളും. കേട്ടല്ലോ. ഇനി പറഞ്ഞത് ഗുളിക കഴിച്ചാൽ നമുക്ക് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റുള്ളൂ. കാര്യം കുട്ടികളെ ഗുളിക കഴിച്ചിട്ട് നമ്മൾ എന്ത് ഗുളികയാണ് കഴിച്ചതെന്ന് നമുക്കറിയില്ല. പറഞ്ഞു കേട്ടതേ, ഏത് ഗുളികയാണ് കഴിച്ചതെന്ന് അറിയത്തില്ല, പറഞ്ഞത് കേട്ടതേ അറിയാവൂ. ഈ പറഞ്ഞു കേട്ടതാണ് ഈ മീഡിയയുടെ മുന്നിലേക്ക് വന്ന് വിളിച്ചു പറയാൻ പോകുന്നത്. ഇനി ബാക്കി കേൾക്കാം. സാരംഗ് 3 പെൺകുട്ടികൾ, അതും 12, 15, 16 വയസ്സുള്ള 3 പെൺകുട്ടികളാണ് ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. ഇവിടെ റാഗിങ്ങും പീഡന ശ്രമവും ഒക്കെ പരാതിയായി പറയുന്നുണ്ട്. ഇതിന് മുൻപ് ഇത്തരം ഒരു പരാതി പെൺകുട്ടികൾ ഉന്നയിച്ചിരുന്നോ? ഇവരുടെ ഈ 3 പെൺകുട്ടികളുടെയും ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? അപ്പം ഇത്തരത്തിലുള്ള ഒരു പരാതി, അതായത് ഈ മുതിർന്ന കുട്ടികൾ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നു, റാഗ് ചെയ്യുന്നു എന്നൊരു പരാതി ശ്രീചിത്ര ഹോമിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ ഇനി ഇവിടെ ഇവര് പറയുന്നതൊന്ന് കേൾക്കാവേ. കുട്ടികളുടെ പീഡന വിവരം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അവർ റാഗ് ചെയ്യുന്ന വിവരം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പരാതികൾ കിട്ടിയിട്ടുണ്ട്, അതിലെന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല, മുതിർന്ന കുട്ടികൾ അങ്ങനെ പീഡനമൊന്നുമില്ല. അങ്ങനെ പീഡനമൊന്നും ഇവിടെ ഇല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ നടപടികൾ സ്വീകരിക്കും. കൗൺസിലിങ്ങും അവർക്ക് ആവശ്യമായ സംവിധാനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഈ പീഡന പരാതി അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കൗൺസിലിംഗ് ആണോ കൊടുക്കുന്നത്? ഇത് രണ്ട് ചാനലിൽ വന്ന ന്യൂസാണ് കേട്ടോ. ഇനി ബാക്കി. ആത്മഹത്യാ ശ്രമമാണെന്നൊന്നും പറഞ്ഞില്ല. ആത്മഹത്യാ ശ്രമമാണെന്നൊന്നും അവര് പറഞ്ഞില്ല. ഇനി അവര് വന്നിട്ട് പറയണോ ഫ്രണ്ടേ ഞങ്ങൾ ആത്മഹത്യാ ശ്രമം നടത്തിയാന്ന്? ഇനി ബാക്കി. അവര് പറഞ്ഞത് അവർക്ക് വീട്ടിൽ പോകണം, അതിനു വേണ്ടി ചെയ്തു എന്നാണ് അവർ ഇവിടെ വെച്ച് പറഞ്ഞത്. നിങ്ങൾ ആദ്യം പറഞ്ഞ ആത്മഹത്യാ ശ്രമമാണെന്ന് പറഞ്ഞിട്ടില്ലാന്ന്, ഇപ്പൊ പറഞ്ഞ അവർക്ക് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് പറഞ്ഞത്. നിങ്ങൾ ഏതെങ്കിലും ഒന്നിലൊന്ന് ഉറച്ചു നിൽക്കുമോ? അവര് ഇവരുടെ പീഡനവും റാഗിങ്ങും എല്ലാം കൂടെ വച്ചിട്ട് ഓൾറെഡി ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനവര് വേണ്ട നടപടികൾ എടുത്തിട്ടില്ല. ഇനി ബാക്കി. പല ദിവസങ്ങളായി തുടർന്നുള്ള ഒരു റാഗിങ്ങും മറ്റും ആണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇവരെന്തിനാ ശരിക്കും ഇങ്ങനെ ഒരു ഹോം തുറന്നു വച്ചേക്കുന്നേ? അതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് ഇവർക്ക് നടപടികളോ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളോ ചെയ്യാൻ നിൽക്കാതെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാതെ അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞ് വിടാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ തുറന്നു വച്ചേക്കുന്നേ. അല്ല, ഒന്നിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, ഇപ്പോഴേ അതിൻ്റെ പിറകെ വേറൊരെണ്ണം. ഇതേ സ്ഥാപനത്തിലാണ് 2 വർഷം മുമ്പ് വേറൊരു പ്രശ്നം നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി അത് വേണമെങ്കിൽ അതും കേൾപ്പിച്ചു തരാം. ശ്രീചിത്ര പൂർ ഹോമിൽ കുട്ടിക്ക് മർദ്ദനം. 5 സഹപാഠികൾ ചേർന്നാണ് കുട്ടിയെ തല്ലിയത്. ആര്യനാട് സ്വദേശിയായ 14 വയസ്സുകാരനാണ് മർദ്ദനമേറ്റുന്നത്. ഇതാണ് 2 വർഷം മുമ്പത്തെ ന്യൂസ്. എന്തായാലും ഇതിലിപ്പം ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് കേട്ടത്. ഇനി ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് വഴി അറിയാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിപ്പോൾ ഈ കെയർ ഹോംസിനൊക്കെ പിറകെ ഓരോന്നായിട്ട് ഇങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും നോക്കാം. ഇപ്പോൾ പോട്ടെ, ബൈ.